വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിച്ചൂട്ടനെയും ദേവൂട്ടനെയും ഞാൻ നോക്കി നിൽക്കുവാണ്. ഇന്നവർ കുറച്ച് താമസിച്ചു കേട്ടോ. അങ്ങനെ രണ്ടുപേരും വന്നു. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറേ സമയം അങ്ങനെ വന്നു കയറിയതേ എന്തൊക്കെയോ കളികളും പരിപാടികളൊക്കെ ആ സ്കൂളിലത്തെ വിശേഷങ്ങൾ പറയുക അങ്ങനെയൊക്കെ വന്ന് കൈയൊക്കെ കഴുകിയിട്ട് ആദ്യം തന്നെ രണ്ടുപേരും ചായ കുടിക്കും കേട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചായയും ബിസ്ക്കറ്റും അങ്ങനെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിക്കുന്നത്. കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ ഞങ്ങളൊരു കറക്കത്തിനൊന്ന് വെളിയിലേക്ക് ഇറങ്ങും. ചുമ്മാ ഒരു രസം, ഞങ്ങൾക്ക് വീഡിയോയും ആകും, അവർക്കും ഒരു സന്തോഷം. പുറത്തുകൂടെയൊക്കെ നടക്കാനല്ലേ പിള്ളേർക്ക് കൂടുതലും ഇഷ്ടം വീടിനകത്തിരിക്കുന്നതിനേക്കാളും. അങ്ങനെ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ ചിക്കു മൊത്തം നിരപ്പാക്കും. ഈ ചിക്കുവിനെ അഴിച്ചു വിടുന്ന ടൈമിൽ അവനിവിടെ എല്ലാം മാന്തി 10 മണിയൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വെക്കുന്ന ചെടിയൊക്കെ അവനിങ്ങനെ കുറേയൊക്കെ ഒന്ന് നിരപ്പാക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ തോന്നി കുറേ ചെടിയൊക്കെ വെക്കും. വാടാമുല്ലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടിയും കട്ട് ചെയ്ത് വിടും കേട്ടോ ഇടയ്ക്കൊക്കെ, നന്നായിട്ടുണ്ട്. ഇതുണ്ട് എല്ലാം ചെയ്ത് വെച്ചിട്ട് അവനിരിക്കുന്ന ഇരിപ്പ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണ് കേട്ടോ പോയത്. രണ്ടുപേരും വിച്ചൂട്ടനും ദേവൂട്ടനും കുറേ സമയം അവിടെ നിന്ന് കളിച്ചു. ഇതുണ്ട് നമ്മുടെ തേങ്ങാപ്പൂള് പോലെ അമ്പിളിമാമനെ കണ്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചീവീടിൻ്റെ സൗണ്ടാണേ. ശരിക്കും വൈകുന്നേരം ഈ ഒരു സമയത്ത് ഭയങ്കര ഈ ചീവീടിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ പൊക്കത്ത് 1-2 കമ്പൊക്കെ കിടപ്പുണ്ടായിരുന്നേ, തോട്ടിയായിട്ടൊക്കെ ഉള്ളത്. അത് ചക്ക ഇടുവാന്ന് പറഞ്ഞു ദേവൂട്ടൻ അതിങ്ങനെ ഓരോ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന. വിച്ചൂട്ടൻ അപ്പൂപ്പനെ പോലെ നടക്കുന്നു. ഇരുമ്പ് പുളി ചലഞ്ച് ചെയ്യണമെന്ന് വിച്ചൂട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ചവച്ചു. ഇപ്പം ഞാൻ വിചാരിച്ചു അത് പുളിയൊന്നും ഇല്ലായിരിക്കുന്നു, പക്ഷെ അവൻ സഹിച്ച് നിന്നാണ്. ലാസ്റ്റായപ്പോഴത്തേനും അവൻ തുപ്പി. ദേവൂട്ടൻ പക്ഷേ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് നിന്നു കേട്ടോ, ഒരു എക്സ്പ്രഷനും ഒന്നും ഇല്ലാണ്ട് നിന്നു. അപ്പം ഞാൻ വിചാരിച്ചു പുളിയൊന്നും ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവനിങ്ങനെ നിൽക്കുന്നതെന്ന്. പക്ഷെ അല്ലായിരുന്നു, നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്ന് തിന്ന് നോക്കി. നമ്മളെ എക്സ്പ്രഷൻ ഇങ്ങനെ കാണിക്കാണ്ട് നിന്നു, പക്ഷെ നല്ല പുളി ഉണ്ടായിരുന്നു. പിന്നെ അവൻ അടുത്തൊരു പുളിയും കൂടെ പറിച്ചു കൊടുക്കാൻ പറഞ്ഞു. നേരത്തേന് അത് പറിച്ചെടുക്കാൻ പറ്റിയില്ല. അതിനുള്ള കരച്ചിലാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. കുറേ സമയം എന്നെ ഇങ്ങനെ അടിക്കാൻ വരുമോ അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു. മീൻകുളത്തിൻ്റെ അടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊന്നും രക്ഷയില്ല. പിന്നെ ഒരു പുളിയും കൂടെ എങ്ങനെയൊക്കെയോ പറിച്ചു കൊടുത്തു. അപ്പോൾ ആൾ ഓക്കെ ആയി. പിന്നെ നേരെ മീൻകുളത്തിൻ്റെ അടുത്തേക്ക് പോയി. മീനൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ സമയമൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊതുക് കുത്താൻ തുടങ്ങിയപ്പോഴത്തേന് പറഞ്ഞു ഇനി മതിയമ്മേ നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. 5:45 ആകാറായി. അതുകൊണ്ട് തന്നെ പിന്നെ അകത്തേക്ക് കയറിയേക്കാമെന്ന് വെച്ചു. പിന്നെ നമുക്ക് പൂവ് പറിക്കണം. ചെമ്പരത്തിപ്പൂവ് നിറയെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പൂവൊക്കെ ഒന്ന് പറിക്കണം. അമ്മ അവിടെ വിളക്ക് വെക്കാൻ ഒരുങ്ങുന്നുണ്ട്, അപ്പോൾ പൂവൊക്കെ കൊണ്ട് വെക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.